അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പല നാമങ്ങളിൽ വിളിക്കപ്പെടുന്ന ദൈവം അള്ളാഹു, ഭഗവാൻ എല്ലാം ഒന്നാണോ? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നമുക്കതിന് ഉത്തരം കണ്ടെത്താം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉദാഹരണം എടുത്തുകൊണ്ട് നമുക്കതിന് ഉദാഹരണം കണ്ടെത്താം. ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു കുഞ്ഞിനൊരു പേരിട്ടു. നമ്മളൊരു പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിന് എന്താ പറയുക? കുട്ടി, അല്ലെങ്കിൽ നമ്മൾ പറയും കുഞ്ഞ് പ്രസവിച്ചു, ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി, അങ്ങനെ പറയും അല്ലേ. പിന്നെ എന്ത് ചെയ്യും? പാരൻസോ അവരുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഒരു പേരിടും അല്ലേ. ജസ്റ്റ് ഒരു പേര് വിളിക്കും. ആ വിളിച്ച പേര് ആരുടേതാണ്? ഈ കുഞ്ഞിൻ്റെ തന്നെയാണ്. ദെൻ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? ഈ പേര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യും അല്ലേ. എല്ലാവരുടെയും താല്പര്യം, എല്ലാവരുടെയും ഇഷ്ടമൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് നമ്മൾ ഈ പേരിനെ എന്ത് ചെയ്യും? ഒന്നും കൂടി മോഡേണൈസ് ആക്കി, അതല്ലെങ്കിൽ ഒന്നുകൂടി എന്താ പറയുക, നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത പല കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി, അതല്ലെങ്കിൽ ചില മാച്ചൊക്കെ നോക്കി നമ്മളൊരു പേരിടും അല്ലേ. അത് കഴിഞ്ഞാൽ നമുക്കങ്ങനെ അത്ര വലിയ പേരോ അതല്ലെങ്കിൽ ആ പേരോ ഒന്നും വിളിക്കാൻ നമ്മളങ്ങനെ വിളിക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വിളിക്കാനായിട്ടൊരു പേരിടും അല്ലേ. പൊന്നൂന്നാ, കുട്ടാന്നാ, ചക്കരയെന്നാ, എന്താ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ വിളിക്കും. അങ്ങനെ അപ്പോൾ ഒരു കുട്ടിക്ക് തന്നെ എത്ര പേരായി അല്ല. ഹോസ്പിറ്റലിൽ നമ്മൾ ചെവിയിൽ വിളിച്ചൊരു പേര്. ദെൻ നമ്മൾ പലരും പല എന്താ പറയുക രീതിയിലാണ് പേരിടുക. ചിലർ ഓരോ ചടങ്ങ് വെച്ചുകൊണ്ട് പേരിടും, ചിലർ അങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് പേരിടുന്ന നമ്മളിഷ്ടത്തിന് പേരിടും. അങ്ങനെ എങ്ങനെയാണെങ്കിലും ഒരു കുട്ടിക്ക് തന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 പേരെങ്കിലും ഉണ്ടാകും അല്ലേ. ഒരു 3 ഉണ്ടാകും. അപ്പോൾ പക്ഷേ നമ്മൾ പ്രസവിച്ച പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കുട്ടി തന്നെയാണല്ലോ, അത് ഈ കുഞ്ഞ് തന്നെയാണ്. ഇനി പ്രസവിച്ച സമയത്ത് പറഞ്ഞ പേര് പറയുന്നത് അത് ഈ കുഞ്ഞ് തന്നെയാണ്. ഇനി നമ്മളിപ്പോൾ ഇട്ട പേരാ, അതും ഈ കുഞ്ഞ് തന്നെ. നമ്മൾ ഓമനപ്പേര് വിളിച്ചാലോ, അതും ഈ കുഞ്ഞ് തന്നെയാണ്. ഇനി എൻ്റെ ആൺകുട്ടി അതിൽ എൻ്റെ പെൺകുട്ടി എന്ന് പറഞ്ഞാലും ആരാണ്? ഈ കുഞ്ഞ് തന്നെയാണ്. അപ്പോൾ ഈ പേര് മാറുന്നതുകൊണ്ട് ആൾ മാറുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിലും കലർന്നിട്ടുള്ളത്. അതായത് അറബ് നാടുകളിലുള്ളവർക്ക് അറബ് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നമ്മുടെ ഭാരതത്തിലുള്ളവർക്ക് ഭാരതത്തിൽ പല ഭാഷകളുണ്ട്, ആ ഭാഷകൾ പറഞ്ഞാലേ മനസ്സിലാവൂ. അമേരിക്കയിലുള്ളവർക്ക് അവിടുത്തെ ലാംഗ്വേജ് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്പിരിച്വലി കണക്റ്റായ ആളുകൾ ദൈവികമായിട്ട് അവർ മെഡിറ്റേഷനിലെ കാര്യങ്ങളിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ അവർക്ക് ഈ എന്താ പറയുക എൻലൈറ്റ്മെൻ്റ് ഒക്കെ കിട്ടുന്ന സമയത്ത് അവരുടെ ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിലായിരിക്കും അവർക്ക് ഇൻറ്റ്യൂഷൻസ് വരിക. അതുകൊണ്ടാണ് ആ ലാംഗ്വേജിൽ നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. ഇപ്പോൾ ഭാരതത്തിലെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എല്ലാം ഇവിടുത്തെ ലാംഗ്വേജാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് വിളിക്കും? ഇവിടെ അതായത് പല വിശ്വാസപ്രകാരം, പല ആചാരപ്രകാരമുള്ള ആളുകളുണ്ട് അല്ലേ. അത് പ്രകാരം നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത്, അപ്പോൾ നമുക്ക് ആ രീതിയിലുള്ള ഇൻഫോർമേഷൻസാണ് കിട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ പേരിൽ ഡിഫറൻസ് വരുന്നത്. മനസ്സിലാവേണ്ടത്. അപ്പോൾ അറബ് നാട്ടിൽ ഒരാൾക്ക് എൻലൈറ്റ്മെൻറ്റ് ലഭിക്കുമ്പോൾ അവിടെ അറബ് ഭാഷയിലാണ് ആ പേര് വരിക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എൻലൈറ്റ്മെൻറ്റ് ലഭിക്കുമ്പം അവിടെ ഈ നമ്മളെ നാട്ടിലൊരു ഭാഷ. അങ്ങനെയാണ് ഓരോ നാട്ടിലും വ്യത്യസ്തമാണല്ലേ. ഇപ്പോൾ നമ്മളെ നാട്ടിൽ കുട്ടി എന്ന് പറയുന്നതിന് ഇംഗ്ലീഷുകാർ എന്താ പറയുക? ബേബി എന്നാണ് പറയുക. ഇപ്പോൾ അറബ് നാട്ടിലാണെങ്കിൽ പെൺകുട്ടികളെ ബുനയ്യ എന്ന് പറയും. അങ്ങനെ ഇപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ വിവിധ ജില്ലകളിൽ വിവിധ പേരാണ് അല്ലേ. കുട്ടികളെ തന്നെ പറയാം. ചിലയിടത്ത് നമ്മളിവിടെ മോന്, മകന്, മകളെ എന്ന് പറയുന്നതിന് പകരം വേറെ പല സ്ഥലങ്ങളിലും പല പേരുകളാണ് പറയുക. സംഭവം എല്ലാം എന്താണ്? ഒന്ന് തന്നെയാണ്, എല്ലാം ഒന്നാണ് എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ ഇതറിയാത്തത് കൊണ്ട് നമ്മൾക്ക് ഒരുപാട് മിസ്റ്റേക്ക് വരുന്നുണ്ട്, ഒരുപാട് ലൈഫിൽ കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഇത് വലിയ പാണ്ഡിത്യമുള്ളവർക്കുള്ള കാര്യങ്ങളല്ല കേട്ടോ. കുഞ്ഞു സാധാരണ മനുഷ്യരുണ്ട്, അവർക്ക് സത്യം അറിയാതെ കിടന്നിങ്ങനെ ഞെട്ടിത്തിരിക്കുന്നവരെ, കുറച്ച് എന്താ പറയുക തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. കാരണം പാണ്ഡിത്യമുള്ളവർക്ക് നമ്മൾ പല രീതിയിലും വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ സാധാരണക്കാർക്ക് ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് പഠിച്ചതിൻ്റെ ഇതിലാണ് പറയുന്നത്. നമ്മൾ വെറുതെ വന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്
ഇത് വരുന്നത്. നമ്മൾ എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം ഒന്നാണ്. അള്ളാഹ് എന്ന് വിളിച്ചാലും ഭഗവാൻ എന്ന് വിളിച്ചാലും ദൈവം എന്ന് വിളിച്ചാലും നമുക്ക് ഏത് പേരിലാണോ വിളിച്ചാൽ വിളിക്കുത്തരം ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ആ പേര് നമുക്ക് വിളിക്കാം. കൃഷ്ണ എന്ന് വിളിച്ചാലും എന്താ പറയുക, ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാലും അയ്യപ്പ എന്ന് വിളിച്ചാലും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് എല്ലാം ആ ഒറ്റ ശക്തിയാണ്. ഇതെല്ലാം വിളി കേൾക്കുന്നതും ആരാണ്? ഒറ്റ ശക്തിയാണ്. അതല്ലാതെ അവിടെ വേറെ ഒന്നുമില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ മനുഷ്യനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധ്യതകളിൽ ഈ ലോകത്ത് എന്ത് ചെയ്യും, നമ്മൾ ഒരുപാട് മിസ്റ്റേക്കുകളിലേക്ക് പോകാൻ സാധ്യതകളുണ്ട്. മനുഷ്യൻ്റെ ചെറിയ നിയന്ത്രണം ആവശ്യമായതുകൊണ്ടാണ് പല ആശയങ്ങളും വന്നത്. മതം എന്ന് പറഞ്ഞ ആശയമാണ്. അത് ഒരിക്കലും നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് നമ്മൾക്ക് അനുഗ്രഹമാണ് പലപ്പോഴും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സേഫ്റ്റിയാണ്. ഇപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇസ്ലാമത വിശ്വാസപ്രകാരം നമുക്ക് മാന്യമായി വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് സേഫ്റ്റിയാണ്. നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ജോലി ചെയ്യാനും പുറത്ത് പോയിട്ട് വിദ്യാഭ്യാസം നേടുമ്പോഴൊക്കെ നമ്മുടെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസ് വെച്ച് നമുക്കറിയാം, നമുക്ക് സേഫ്റ്റിയാണത് അല്ലേ. അതുപോലെ തന്നെയാണ് എന്താ പറയുക, ഹിന്ദുമത വിശ്വാസപ്രകാരം എന്താ പറയുക, നമ്മൾ താലി അവർ തീരെ അത് ഒഴിവാക്കില്ല. എന്താണെന്ന് വെച്ചാൽ അവർക്കതൊരു സേഫ്റ്റിയാണ്, അവർക്കത് അത്രയും പവിത്രമായിട്ടാണ് അതിനെ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ ഓരോ മതവിശ്വാസപ്രകാരം, ക്രിസ്ത്യാനിറ്റി പ്രകാരം അങ്ങനെ അവർക്കുണ്ട് അവരുടേതായിട്ടുള്ള പല വിശ്വാസം. എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും എല്ലാ വിശ്വാസത്തിലും അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ നല്ലൊരു മനുഷ്യനായി വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മതവും ആശയങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതിനെ നമ്മൾ മറ്റു രീതിയിൽ അർത്ഥമാക്കിയിട്ട് അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവം അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എൻ്റെ മകന് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, ഉമ്മച്ചി സ്കൂളിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നിൻ്റെ അള്ളാഹും എൻ്റെ ദൈവവും കൂടിയിട്ട് ഫൈറ്റ് ചെയ്താൽ എൻ്റെ ദൈവം വിജയിക്കും, നിൻ്റെ അള്ളാഹു തോൽക്കും എന്ന് പറഞ്ഞു എന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, മോനെന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു, എന്താ പറയുക, എടാ പൊട്ടാ, നിൻ്റെ അള്ളാഹു എൻ്റെ ദൈവം ഒന്ന് തന്നെയാണ്, 2 പേരിൽ വിളിക്കണേന്നേ ഉള്ളൂ, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഫൈറ്റ് ചെയ്യില്ല, രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, അള്ളാഹ് എന്ന് പറഞ്ഞാൽ വേറെ ആളാണ്, ദൈവം എന്ന് പറഞ്ഞാൽ വേറെ ആളാണ്, അങ്ങനെയൊക്കെ വിശ്വസിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ നമുക്ക് ലൈഫിൽ ഒരുപാട് ട്രോമ തരും. നമുക്കിങ്ങനെ ചില സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പോലും പ്രയാസമാണ് നമുക്ക്. അത് ശരിയാണോ തെറ്റാണോ അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വന്ന ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ള എന്താ പറയുക പെയിന് ചെറുതൊന്നുമല്ല. അപ്പോൾ അത് വരും തലമുറയിലേക്ക് വരാതിരിക്കാൻ നമ്മളെ കൊണ്ടാവുന്നത് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ശരിക്കും ഈ ചാനലിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഇതിനെ നല്ലൊരു അർത്ഥത്തിലെടുക്കുക. എല്ലാവരും എന്താ പറയുക, ചെറിയൊരു കൺഫ്യൂഷൻ ഉത്തരം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഈ ദൈവം, അള്ളാഹ്, ഭഗവാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തരായ ആളുകളായിരുന്നോ, അതാ ഒന്ന് തന്നെയാണോ ചിന്തിച്ചിരുന്നത് എന്നുള്ളത്. ഇപ്പോൾ കാലഘട്ടം കുറേയൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ചില ആളുകളുടെ ഉള്ളിലൊക്കെ ഇപ്പോഴും ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ പറയുക, ഇപ്പോഴും അങ്ങനെയുള്ള ആളുകൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആയിട്ട് കാര്യങ്ങൾ എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിടുക, എന്നിട്ട് കമൻറ്റൊക്കെ അറിയിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ, ഗുഡ് നൈറ്റ്, അസ്സലാമു അലൈക്കും.